നമ്മളെന്തായാലും ഈ പറയുന്ന അമ്മയുടെ പരാതി അനുസരിച്ച് നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തി. ഹലോ, മീനാമ്മയാണ്. മീനാമ്മ ഗൾഫിലൊക്കെ ആയിരുന്നു. അവിടുന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ സ്വന്തം വസ്തു നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താ കാര്യം എന്താ അമ്മ? വാടകയ്ക്ക് വന്നവരാണ്, അതേ അറിയാവൂ. ഞങ്ങൾ 4 മക്കൾ അവർക്ക് ആരും എഴുതി കൊടുത്തില്ല. അവർ സ്വന്തമായിട്ട് പ്രമാണം ചെയ്ത് അവരെന്നും പറഞ്ഞ് അവർ ഈ വേലത്തരങ്ങളെല്ലാം കാണിച്ചു. ഈ പറഞ്ഞ വാടകയ്ക്ക് എടുത്ത ആൾക്കാർ ഇറങ്ങുന്നില്ല, അവര് കയറി കിടക്കുന്നു. നിങ്ങളെ വീട്ടിൽ വാടകയ്ക്ക് കിടന്നോ? അവരങ്ങനെ ഞങ്ങൾ പോലും കൊടുത്തില്ല. അവർ എങ്ങനെ വന്ന് ഇവിടെ അകപ്പെട്ടെന്ന് ഞാൻ ഇല്ലായിരുന്നു. നമസ്കാരം. ഈ സ്ഥലം ഏതാ? ഇറങ്ങി പോകാനുള്ള വീട് കാറാത്തല പാലച്ചറ ചെറുന്നിയൂർ. മീനാമ്മയാണ്. മീനാമ്മ ഗൾഫിലൊക്കെ ആയിരുന്നു. അവിടുന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ സ്വന്തം വസ്തു നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താ കാര്യം എന്താ അമ്മ? കാര്യം ഞങ്ങളറിയാതെ ഇവിടെ വാടകയ്ക്ക് കിടക്കണം എന്നാണ് പറഞ്ഞത്. ആ വാടകയ്ക്ക് കിടക്കുന്നവർ കള്ളപ്രമാണം ചെയ്ത് ഇപ്പം അവർക്ക് ഇപ്പം എല്ലാം ഇതായി. എൻ്റെ അമ്മയുടെ വസ്തുവാണ്. ഞങ്ങൾ 4 മക്കൾ അവർക്ക് ആരും എഴുതി കൊടുത്തില്ല. അവർ സ്വന്തമായിട്ട് പ്രമാണം ചെയ്ത് അവരെന്നും പറഞ്ഞ് അവർ ഈ വേലത്തരങ്ങളെല്ലാം കാണിച്ചു. നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ എല്ലാ രേഖകളും ഉണ്ടോ? നമ്മളെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് കർശപ്പെടുത്തിയവര്? അതെനിക്ക് അറിഞ്ഞൂടാ. നമ്മളാരും ഇവിടെ ഇല്ലായിരുന്നു. നമ്മളെ സഹോദരന്മാരും ആരും നമ്മളെ അടുത്തില്ലാത്തതുകൊണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഇവരിങ്ങനെ കൈയേറ്റം ചെയ്ത് അവരെന്ന് പറയുന്നു. നിങ്ങൾ താമസിക്കുന്ന ഒരു കുടിലല്ലേ? ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ കുടിലില്. നിങ്ങൾ ആ വസ്തു കർശപ്പെടുത്തി അവര് വേറെ വീടൊക്കെ വെച്ചു അവിടെ? അതെനിക്ക് അറിഞ്ഞൂടാ. അവര് കാണുന്ന കാഴ്ച അവിടെ വീടൊക്കെ വെച്ചു. അത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് എൻ്റെ ഭർത്താവ് മരിച്ചപ്പോഴത്തേക്ക് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വീടാണ്. അമ്മയുടെ കൂടെ എന്തെങ്കിലും ആരോഗ്യമില്ലാത്ത ആൾക്കാരെല്ലാം ഉണ്ടോ? അമ്മയുടെ കൂടെ എൻ്റെ മോന് കണ്ണ് നഷ്ടപ്പെട്ട ഒരു മോനുണ്ട്. എൻ്റെ 2ാമത്തെ മോന് ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഈ സംഭവം വസ്തു നഷ്ടപ്പെടുത്തപ്പോഴത്തേക്ക് നിങ്ങൾ ആരുടെങ്കിലും പഞ്ചായത്തിലോ പരാതിപ്പെട്ടോ? പഞ്ചായത്തിലൊന്നും പരാതിപ്പെട്ടില്ല. ഇവിടെ വന്ന് ഞാൻ പരാതിപ്പെട്ടു, അവരത് അംഗീകരിച്ചില്ല. എന്താ കാര്യം എന്താ? അത് അവർ നമ്മൾ കൊടുത്തെന്നാണ് പറഞ്ഞാണ് തിരിച്ച് അവർ ഇവിടുത്തെ നമ്മളിവിടുത്തെ മെമ്പർ പറഞ്ഞ് 3 ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അവർ ഇറങ്ങി കൊടുക്കാമെന്ന് ഇവിടുത്തെ മെമ്പർ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൊടുക്കാതെ നിങ്ങളെ വസ്തുവിൽ എങ്ങനെ ഒരാൾ ഇതിപ്പോൾ ഒരു എന്താ പറയുക തോടൻ്റെ അരിയിൽ കൂടി നടന്ന വസ്തു വലിയ വസ്തു ഒന്നുമല്ല. എങ്ങനെയാണ് ഈ സാധനം വേറെ ആൾ കൈവശപ്പെടുന്നത്? അത് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളാരും ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഇല്ലായിരുന്നു. ഇവിടെ ഓട് പോലും ഇല്ല. ഇവിടെ ഇല്ല. നമ്മൾ നടന്നു വരുന്ന ഒരു വഴിയാണ്. ഇവിടെ ഇല്ല, ഞാൻ ഇല്ലായിരുന്നു. അതൊരു കുന്നിന്റെ മുകളില്. എൻ്റെ സഹോദരന്മാരും നമ്മളെ അടുത്തില്ല. അവരെ ആരടുത്ത് അവരൊന്നും പറഞ്ഞില്ല. ഇവിടെ ആരടുത്തും പറഞ്ഞില്ല. നിങ്ങളുടെ വസ്തു കൈവശപ്പെടുത്തിയത് ആരാണ്? അത് സിന്ധു അല്ല. അവർ നമ്മളെ ബന്ധു അല്ല, നമ്മളെ സ്വന്തം അല്ല. എനിക്ക് അവരെ അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെ കൈവശപ്പെടുത്തി? അത് ഞാൻ ഇല്ലായിരുന്നല്ലോ, ഞാൻ നാട്ടിലില്ലായിരുന്നു. അവർ എങ്ങനെ കൈപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞ കേസില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് എന്തോ അസുഖമാണ്? എൻ്റെ അമ്മ മരിച്ച് നമ്മളത് 4 മക്കളേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ അമ്മ മെഡിക്കൽ കോളേജിൽ കിടന്ന് തന്നെ മരിച്ചത്. അമ്മ ഈ വീട് എന്ന് പറയുന്ന സംഭവം അവിടെ വേറെ വീട് വെച്ചു. അതെങ്ങനെയാ വെച്ചത്? നിങ്ങളുടെ വസ്തുവിൽ എങ്ങനെയാ വേറെ ആൾ വീട് വെക്കുന്നത്? അവര് ഇതുവരെ വെച്ചില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അവർ വാടക കിടന്നേ എനിക്ക് അറിയാവൂ. അല്ലാതെ അവര് നിങ്ങളെ വീട്ടിൽ വാടക കിടന്നോ? അവരങ്ങനെ ഞങ്ങൾ പോലും കൊടുത്തില്ല. അവർ എങ്ങനെ വന്ന് ഇവിടെ അകപ്പെട്ടെന്ന് ഞാൻ ഇല്ലായിരുന്നു. അത് അറിയില്ലായിരുന്നു? ഇല്ല, ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പൊ അവരവിടെ താമസിക്കുകയല്ലേ? അവര് ഇവിടെ ഞാൻ വന്നപ്പോഴേ അവരിവിടെ താമസിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അവർ കുറേ ഞങ്ങൾ പരാതി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ പരാതി കൊടുത്ത് ഇവരതെല്ലാം പിടിച്ചു. അവരെ വിളിക്കാൻ പറ്റുമോ? അവരുടെ കാര്യങ്ങൾ ചോദിക്കാലോ. കാരണം എന്താണ് സംഭവം എന്ന് അറിഞ്ഞുള്ളൂ. അവരെ വിളിക്കാനൊക്കെ അവരിപ്പോ ഇവിടെ ഇല്ലല്ലോ. ചേച്ചി, അവരുടെ വീട് അവകാശപ്പെടുത്തുന്ന അവരുടെ ആരോപണം ശരിയാണോ? അത് ശരിയാണോ? അവര് വാടകയ്ക്ക് വന്നവരാണ്, അതേ അറിയാവൂ. എന്നിട്ട് അവര് വീട് അവകാശപ്പെടുത്തിയോ? അവര് അവകാശപ്പെടുത്തിയെന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞില്ല അവരുടെ വീട് അവര് ഗൾഫിലൊക്കെ ആയിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ വീടില്ല. ഈ പറഞ്ഞ വാടകയ്ക്ക് എടുത്ത ആൾക്കാര് ഇറങ്ങുന്നില്ല, അവര് കയറി കിടക്കുന്നു. സ്വന്തമായിട്ട് ഒരു പ്രമാണം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അവരുടെ രസീത് എല്ലാം അവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അത് കാണുമോ എന്തോ? അതൊന്നും കാണൂല അവരുടെ കയ്യില്. അല്ല, ഒരാളെ വസ്തുവിന്റെ പേരില് പ്രമാണമൊക്കെ ഉണ്ടാവൂലേ? പ്രമാണം മറ്റേ നമ്മളെ വസ്തുവിലേ ഉള്ളു. അവിടെ ചേച്ചിയാണ് ഞാൻ. ഇവരിവിടെ വാടക എല്ലാം ഇതെന്റെ അമ്മയുടെ വകയാണ്. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്, നമുക്ക് കിടക്കാൻ വാങ്ങിച്ചതാണ്. അതിക്രമപ്പെട്ട് കയറിയതാണ്. ഉറപ്പാണോ?
ഉറപ്പ് തന്നെ, സത്യമാണോ? സത്യം തന്നെ. വേറെ ആരെങ്കിലും ഉണ്ടോ പറഞ്ഞിട്ട്? വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ചെറുന്നൂർ വെള്ളിയാഴ്ചക്കാവാണ്, മിനജേഴ്സിയാണ്. അവരുടെ അവസ്ഥ ഇതാണ്. ഞാൻ അപ്പുറത്ത് ചോദിച്ചു, അവരുടെ വസ്തു അന്യാധീനപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആരെങ്കിലും കൈവശപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും വാടകയ്ക്ക് താമസിച്ച ആൾക്കാരൊക്കെ എല്ലാം കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ചേച്ചി ഇപ്പോൾ ജീവിക്കുന്നൊരവസ്ഥ കാണിക്കാം. ഇതേ ഉള്ളൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്തായാലും സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ചേച്ചിയുടെ കാരണം ശ്രദ്ധിക്കുക. ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിക്കുക. വിസ്മയസിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം സയ്യിദ് മാരാ സൈനിക.